നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാഘവേട്ട ഇപ്പൊ എന്താ ചെയ്യാ? കളക്ടറെ കാണണം ഭാമേ, അതല്ലേ വഴിയുള്ളൂ. കളക്ടറെ കാണാനോ? ഈശ്വര, കുഞ്ഞേച്ചി. ശരി, ഞാൻ പോകാം. സത്യമേ, സത്യമേ ഇപ്പൊ എന്തിനാ കളക്ടറെ കാണുന്നേ? അല്ല മോളെ, നമ്മുടെ വിഷ്ണു ഹോട്ടൽ ഇരിക്കുന്നതേ കയ്യേറ്റ ഭൂമിയിലാണെന്ന്. സുസ്മിത മനഃപൂർവ്വം ഉണ്ടാക്കിയ കുരുക്ക. കളക്ടറെ നേരിട്ട് കണ്ട് സ്റ്റേ ഓർഡർ വാങ്ങിക്കാതെ വേറെ വഴിയില്ല. ഭാമ ചെന്ന് കാണട്ടെ. സത്യമ്മ കളക്ടറെ കാണാൻ പോണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? മറുപടി പറയടി. അത് എടി എന്താന്ന്? ഭാമേ, ശ്യാമ പറഞ്ഞാ ശരി, നീ കളക്ടറെ കാണാൻ പോണ്ട. ഒരു ദുരനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തവണ കളക്ടറെ കാണാൻ പോയിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് സമ്മതിച്ചില്ലല്ലോ അയാള്. അങ്ങനെ നാണം കെടാനുള്ള ആളല്ല സത്യഭാമ. അതാണോ? അതെ. സത്യഭാമ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ മോളെ. താഴ്ത്തുന്നതും വാഴ്ത്തുന്നതും ഒക്കെ. അതൊക്കെ അനുഭവിച്ചു തന്നെ ഇവിടം വരെ എത്തിയത്. കളക്ടറെ കാണാൻ പോയിട്ട് അയാൾ കൂടിക്കാഴ്ചക്ക് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മേ, അത് വേണ്ട. അതെന്താടാ? പുതിയ കളക്ടർ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? നിന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിടുവിച്ചതും ഈ കളക്ടറല്ലേ? അതുകൊണ്ട് കൂടി തന്നെ പോണ്ടെന്ന് പറഞ്ഞ ഞാൻ പോയിക്കോളാം. ആളെ നേരിട്ട് കണ്ടൊരു നന്ദിയും പറയല്ലോ. എങ്ങനെയെങ്കിലും ആളെ നേരിട്ട് കണ്ട് കാര്യം നടത്തിയിട്ട് ഞാൻ വരൂ. എങ്കിൽ ശരി അച്ഛൻ, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ടാ കുഞ്ഞേ? കളക്ടർ ഒന്ന് കാണാൻ. ആ റോഡിന്റെ കാര്യം അല്ലെങ്കിൽ വേണ്ട, കളക്ടറെ കാണുമ്പോൾ നേരിട്ട് പറയാം. വിഷ്ണുവിന് കളക്ടറെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. വിഷ്ണുവേട്ടൻ കളക്ടറെ കണ്ട കള്ളി പൊളിയും. കാണാൻ പറ്റിയില്ലെങ്കിൽ ഹോട്ടലും ഭൂമിയും പോവും. ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. ഞാനിപ്പോ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ട? പൊന്നി, കഴിക്കാൻ എടുത്ത് വെക്കേ. അല്ല, വിഷ്ണു കഴിച്ചിട്ടാണോ പോയത്? അല്ല സത്യമ്മേ, രാവിലെ മുതൽ ഒരു ഗ്ലാസ് ചായ പോലും കഴിച്ചിട്ടില്ല. പച്ചവെള്ളം എങ്ങനെ കുടിക്കും? വിചാരണയിലെ മുഴുവൻ സമയവും. ആൾക്കാർ മിണ്ടിയാലും കുഴപ്പം, മിണ്ടിയിലും കുഴപ്പം. സാരമില്ല, ഹോട്ടൽ ബിസിനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇപ്പോഴെങ്കിലും അവനൊന്ന് തോന്നിയല്ലോ. ജോലിയിലുള്ള ശുഷ്കാന്തി കൊണ്ടാ വിഷ്ണു പച്ചവെള്ളം പോലും കുടിക്കാൻ ഇറങ്ങിപ്പോയിരിക്കുന്ന നീ കരുതിയിരിക്കുന്നേ? അതാ ഹോട്ടലിന്റെ കാര്യം ആയതുകൊണ്ടാ. വിഷ്ണു ലോകയെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് താജ്മഹലാ. ശാലിനെ പറ്റിയുള്ള ഓർമ്മകളുടെ, പ്രണയത്തിന്റെ ഒക്കെ താജ്മഹല്. സാർ എന്തിനാ വന്നേ? ഓക്കെ സർ, ഞാൻ മാഡത്തിനോട് പറയാം.
എന്താ? മാഡം, അയാളൊരു സ്റ്റാർ ഹോട്ടൽ ഉടമയാ. ആ ഹോട്ടൽ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുക. കോർപ്പറേഷനിൽ നിന്നുള്ള നോട്ടീസാ. സ്വന്തം ഭൂമിയാണെന്നുള്ളതിന് അയാളുടെ കയ്യില് രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ കോർപ്പറേഷൻ രേഖകളിൽ സർക്കാർ ഭൂമിയാണത്രേ. അയാള് പറയുന്നത് കേട്ടിട്ട് സത്യസന്ധതയോടാണെന്ന് തോന്നുന്നു മാഡം. അത് തന്നെയാണ് സത്യം. അത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അനുപല്ലവയ്ക്ക് സത്യസന്ധമാണെന്ന് തോന്നിയില്ലേ? ആ, അനുപല്ലവയെ എനിക്ക് വിശ്വാസമാണ്. ഉം, അയാളോട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയേ. ഞാൻ സ്റ്റേ ഓർഡർ തരാം. ഉം. അവനും അത് തയ്യാറാക്കി കൊണ്ടുവാ. ഞാൻ സൈൻ ചെയ്തു തരാം. യെസ് മാഡം. നല്ലതേ നടക്കാവൂ. ശരി മാഡം. ആ സുസ്മിതേ, ഞാൻ ഈ സീറ്റിലിരിക്കുമ്പോ അങ്ങോട്ട് ഇറങ്ങി കളിക്കാമെന്ന് കരുതിയോ നീ? കളി നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ വിഷ്ണുവേട്ടന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല നിനക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.